കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ബികോം ഡിഗ്രി വിദ്യാർത്ഥികളുടെ തേർഡ് സെമ്മിലെ FIUGP വിദ്യാർത്ഥികളുടെ മേജർ സബ്ജക്റ്റാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പോർഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനിയുടെ ഒരു പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മുടെ പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സിൽ വളരെ കുറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, എല്ലാ മൊഡ്യൂളിൻ്റെയും റെക്കോർഡഡ് ക്ലാസ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് ആ ഡൗട്ടുള്ളതൊക്കെ നമ്മളുമായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ഒരു സബ്ജക്റ്റ് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ഡെമോ ക്ലാസ് എന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ ഈ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. കൃത്യമായിട്ടുള്ള നോട്ടുകളാണ് പ്രിപ്പയർ ചെയ്ത് നൽകുന്നത്. നിങ്ങൾക്ക് അപ്പോൾ എക്സാം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കുക. ദെൻ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രോബ്ലംസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫോംസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് നോക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫുള്ളായിട്ട് നെക്സ്റ്റ് പേജിലൂടെ കാണിക്കാം. ഫോംസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ട് പീരീഡ്, അതുപോലെ തന്നെ ഫിഗർ ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് റിപ്പോർട്ടിംഗ് പീരീഡ്, അങ്ങനെ 2 കോളം ഉണ്ട്. നോട്ട് നമ്പർ ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു അക്കൗണ്ട്സ് നോട്ട് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതിനകത്ത് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ്, നോട്ട്സ് ടു അക്കൗണ്ട് എന്നുള്ളത് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എടുക്കുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് എടുക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അത് നമ്മളുടെ എന്താണ്, സെയിൽസ് ആണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ദെൻ നമ്മൾ എന്ത് ചെയ്യും, അതർ ഇൻകംസ്, മറ്റ് എന്തൊക്കെ ഇൻകംസ് നമ്മൾക്ക് തന്നിട്ടുണ്ടോ അതെല്ലാം കൂടി എടുക്കും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ, സെയിൽസ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതർ ഇൻകം ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ റവന്യൂ കിട്ടും. രണ്ടാമത്തത് ഇനി എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് ഇവിടെ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ചേഞ്ച് ഇൻ ഇൻവെൻ്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, എംപ്ലോയി ബെനിഫിറ്റ്സ് എക്സ്പെൻസസ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, അതർ എക്സ്പെൻസ്. ഇത്രയും കൂടെ കൂട്ടുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും, എക്സ്പെൻസസ് എന്ന് പറയും. ദെൻ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ആദ്യം കിട്ടിയ ഇൻകം ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ ടോട്ടൽ ഇൻകം കിട്ടിയിട്ടുണ്ടായിരുന്നു, ടോട്ടൽ റവന്യൂ. ആ ടോട്ടൽ റവന്യൂന്ന് ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കിട്ടും. ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ചെയ്യും. ദെൻ അതിൽ നിന്ന് എന്തെങ്കിലും എക്സെപ്ഷണൽ ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ്, അത് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ് എന്ന് പറയും. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യുന്നതാണ് ടാക്സ് കൊടുക്കുക എന്നുള്ളത്. കറണ്ട് ടാക്സും ഉണ്ട്, ഡിഫേർഡ് ടാക്സും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ഓർ ലോസ് പീരീഡ് ഓഫ് കണ്ടിന്യൂസ് ഓപ്പറേഷൻസ്. ദെൻ എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് എടുക്കുക, ടാക്സ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇതിനെല്ലാം ശേഷം നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ആഫ്റ്റർ ടാക്സിന് ശേഷം കിട്ടുന്നത്. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ, ഈ വർഷത്തെ പ്രോഫിറ്റ് ഓർ ലോസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ദെൻ ഫൈനൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇത് ജസ്റ്റ് ഒരു ഫോർമാറ്റാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ഇവിടെ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇവിടെ എല്ലാ ഐറ്റംസും നേരിട്ട് തന്നേക്കാണ്. ആദ്യത്തെ എന്താണ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്, ഫിനാൻസ് കോസ്റ്റ്, അതർ ഇൻകംസ്, അതർ എക്സ്പെൻസസ്, പ്രൊവിഷൻ ഫോർ ടാക്സ് റിക്വേർഡ്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചേ, ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അവിടെ നമുക്ക് ആദ്യം എന്താ ചെയ്യുന്നത്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നേക്കാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് എത്ര രൂപയാണ് തന്നിരിക്കുന്നത്,
1,24,000. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 1,24,000 എഴുതുക. ദെൻ നമ്മൾ എന്താ പഠിച്ചത്, ആദ്യം നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതിനോടൊപ്പം എന്ത് ചെയ്യണം, അതർ ഇൻകംസ് ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് അതർ ഇൻകം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എവിടെയാണ്, ഇവിടെ തന്നിട്ടുണ്ട് 1000 രൂപയാണ് അതർ ഇൻകം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതർ ഇൻകം ആഡ് ചെയ്യുക 1000. അപ്പോൾ എത്ര കിട്ടും, 1,25,000. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താണ്, എക്സ്പെൻസ് എല്ലാം കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ 2 ഐറ്റം നമ്മൾ എടുത്തു കഴിഞ്ഞു, ഇത് രണ്ടും നമ്മൾ എടുത്തു കഴിഞ്ഞു. അടുത്ത നമ്മളുടെ എക്സ്പെൻസ് ഏതൊക്കെയാണെന്ന് നോക്കി. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്, എംപ്ലോയി ബെനിഫിറ്റ്സ് ഉണ്ട്, ഫിനാൻസ് കോസ്റ്റ് ഉണ്ട്, അതർ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും എഴുതിക്കോ. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, എംപ്ലോയി ബെനിഫിറ്റ്സ്, ഫിനാൻസ് കോസ്റ്റ്, അതർ എക്സ്പെൻസ്. അപ്പം ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 98,500 കിട്ടും. ഇനി നമ്മൾ എന്താ പഠിച്ചത്, ആ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതായത് 1,25,000 98,500 മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് എത്രയാണ്, 26,500. ഈ 26,500 എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം, എക്സെപ്ഷണൽ ഐറ്റം, ടാക്സ്, ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ എക്സ്ട്രാ ഓർഡിനറി എക്സെപ്ഷണൽ ഐറ്റംസ് ഒന്നും തരാത്തതുകൊണ്ട് തന്നെ നമുക്കിത് എന്തായിട്ട് എഴുതാം, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് എഴുതാം. ഇനി എന്തെങ്കിലും ടാക്സ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. എത്രയാണ് ഇവിടുത്തെ ടാക്സ് പറയുന്നത്, 28%. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിൻ്റെ എത്ര എടുക്കുക, 28% എടുക്കാം. അപ്പോൾ എത്ര വരും, 7,420. അപ്പോൾ ഇത് മൈനസ് ചെയ്യുക, 26,500 7,420 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 19,080 കിട്ടുന്നത്. ഇതാണ് എന്ത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. ഇതുപോലെ നെക്സ്റ്റ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇലുസ്ട്രേഷൻ 2 ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ജെറ്റ് ട്രേഡേഴ്സ് ലിമിറ്റഡ് ഫോർ ദ ഇയർ ആൻഡ് 31 മാർച്ച് 2018 ആണ് തന്നിരിക്കുന്നത്. ട്രയൽ ബാലൻസ് ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതൊക്കെ സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട്, ബാഡ് ഡെപ്റ്റ്, പർച്ചേസ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോണ്, കൺസ്യൂമബിൾസ്, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ട്രാൻസിറ്റ് ഇൻഷുറൻസ്, ഡിസ്ട്രിബ്യൂഷൻ ഫ്രൈറ്റ്, സെയിൽസ്, ട്രാൻസ്ഫേർഡ് ഫീ റിസീവ്ഡ്, ഫർണിച്ചർ, ഫിറ്റിങ്സ്, അഡ്വർടൈസ്മെൻറ്റ്, കമ്മീഷൻ, റെൻറ്റ്, വേജസ്, ഫ്രീ ഹോൾഡ് ലാൻഡ്, ഡീലേഴ്സ് എയ്ഡ്, ട്രേഡ് എക്സ്പെൻസ്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, റെൻറ്റ് റിസീവ്ഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് ഐറ്റംസ് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട ഐറ്റംസ് ഏതൊക്കെയാണോ അത് മാത്രം എടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര തന്നിരിക്കുന്നത്, 82,300 തന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിപ്രീസിയേഷൻ്റെ കാര്യം, 5%, 2% ആൻഡ് 5% ഓൺ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിന് 5% പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഈ ഒരു ജെറ്റ് ട്രേഡേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ എൻഡ് തന്നെ വരച്ചിടുക. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞുള്ളതും വരച്ച് ഇടണം. നോട്ട്സ് ടു അക്കൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ഇനി ആദ്യത്തെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലേ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, സെയിൽസിനെയാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട് സെയിൽസ് എത്ര, 4,26,800. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 4,26,800 നമ്മൾ എന്തായിട്ട് എടുക്കുക, നമ്മുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 4,26,800 റവന്യൂ ഫ്രം ഓപ്പറേഷനായിട്ട് എടുക്കുക. ഓക്കെ, അത് ഈ ഡൗട്ടൊന്നും ഇല്ലല്ലോ. നെക്സ്റ്റ്, ഈ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് അതർ ഇൻകത്തിൽ വരുന്നത്. അതർ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്ന ഇൻകമാണ്. ഓക്കെ, ഇവിടെ അതർ ഇൻകം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ട്രാൻസ്ഫർ ഫീ റിസീവ്ഡ് ആണ്. അപ്പോൾ അതെന്താണ്, ഇൻകമാണ്. ദെൻ വീണ്ടും എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റെൻറ്റ് റിസീവ്ഡ് എത്ര പറഞ്ഞിരിക്കുന്നത്, 4,600. അപ്പം 2 അതർ ഇൻകം അല്ലേ തന്നിട്ടുള്ളൂ. ബാക്കി ഇവിടെ ഇൻകം ഒന്നും പറഞ്ഞിട്ടില്ല, കമ്മീഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതെന്താണ്, എക്സ്പെൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളോട് എന്ത് പറയണം, റിസീവ്ഡ് എന്ന് പറയണം. അപ്പോൾ ഇവിടെ റെൻറ്റും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഫീ റിസീവ്ഡും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, എടുക്കണം. ഇത് നമ്മൾ
നോട്ട്സ് ടു അക്കൗണ്ടിലോട്ട് ജസ്റ്റ് എഴുതിയിടുക. കാരണം നമ്മൾ അതിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ ഇപ്പം റെൻറ്റ് റിസീവ്ഡ് എത്രയാണെന്ന് നമുക്കറിയാം, 4600. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഫീ 1000. അപ്പോൾ എത്ര വന്നു? 5600. ഇത് നമ്മുടെ എത്ര ആയിരുന്നു? നോട്ട് നമ്പർ 1 അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്തെഴുതണം? അതർ റെസീപ്റ്റിൻ്റെ നേരെ നോട്ട് 1 എന്ന് എഴുതിയിട്ട് ആ 5600 രൂപ എഴുതണം. അപ്പോൾ നോക്കിയേ, 4,26,800 5600 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4,32,400 വരുന്നത്. ക്ലിയർ? ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിൽ അതർ എക്സ്പെൻസുകളാണ് വരുന്നത്. ഓക്കെ, അതർ എക്സ്പെൻസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും അതർ എക്സ്പെൻസ് ആദ്യം ഏതൊക്കെയാണെന്നുള്ളത് എഴുതാം. ആദ്യത്തെ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് നമ്മുടെ എക്സ്പെൻസ് അല്ലേ? പർച്ചേസ് എത്ര വരുന്നത്? 2,31,900. അത് കൃത്യമായിട്ട് എഴുതുക, 2,31,900. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ടു എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ടു പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇപ്പം നിങ്ങൾ കൊടുക്കുന്നത് തന്നെ അവിടെ എഴുതിയാൽ മതി. ഇപ്പം നിങ്ങളിത് മൂന്നാമതാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് എന്ത് ചെയ്താൽ മതി? 3 എന്നുള്ള നമ്പർ കൊടുത്താൽ മതി. ഇവിടെ 2 എന്ന് എഴുതിയതുകൊണ്ടാണ് 2 എന്നുള്ള നമ്പർ. നിങ്ങൾ എത്രയാണോ നോട്ടായിട്ട് കൊടുക്കുന്നത് അത് മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എഴുതിയിരുന്നാൽ മതി. ഓക്കെ, ഇനി അപ്പം പർച്ചേസ് ഓഫ് സ്റ്റോക്ക് എഴുതിയല്ലോ. ഒരൈറ്റം ഏതാ? പർച്ചേസ് ഓഫ് സ്റ്റോക്ക്. ഇനി അടുത്ത ഐറ്റം ഏതാ? നോക്കിയേ, ഇൻവെൻ്ററീസിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ? ഇൻവെൻ്ററീസിൻ്റെ കാര്യം നോക്കിയേ. ഇൻവെൻ്ററീസിൻ്റെ സ്റ്റോക്ക് ഓപ്പണിംഗ് എത്ര ആയിരുന്നു? 68,000 ആയിരുന്നു. ക്ലോസിങ് എത്ര വന്നേക്കുന്നത്? 82,300 വന്നിരിക്കുന്നത്. അപ്പം ചേഞ്ചിങ് ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ കൂടിയിരിക്കുകയല്ലേ? അതായത് ഓപ്പണിങ്ങിനേക്കാൾ കൂടിയിരിക്കുകയാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചേഞ്ചിങ് ഇൻവെൻ്ററി ഇൻ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതായത് നമ്മൾ എപ്പോഴും ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ക്ലോസിങ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിങ്. ഇവിടെ നമുക്ക് പോസിറ്റീവാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കൊണ്ടുപോയത് മൈനസ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ നോക്കിയേ, ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 82,300. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 68,000. അപ്പോൾ അത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 14,300. ഇത് എത്രാമത്തെ നോട്ടായിട്ടാണ് ചെയ്തേക്കുന്നത്? മൂന്നാമത്തത്. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് 3 എഴുതുക. എന്നിട്ട് ഈ 14,300 എന്ത് ചെയ്യുക? മൈനസ് ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ബ്രാക്കറ്റിൽ 14,300 എന്ന് എഴുതാം. നെക്സ്റ്റ് എംപ്ലോയി ബെനിഫിറ്റ്സ്. എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാമല്ലോ. എംപ്ലോയി ബെനിഫിറ്റ് എന്താ തന്നേക്കുന്നത്? എംപ്ലോയി ബെനിഫിറ്റ് എംപ്ലോയീസിൻ്റെ വേജസ് ആണ്. എത്ര? 90,000. അതും നമ്മൾ നോട്ട് 4 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യുക? 4 എന്ന് എഴുതിയിട്ട് എംപ്ലോയി ബെനിഫിറ്റ് 90,000 എഴുതാം. ഇനി അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. വേറെ എന്തൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്? എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലേ? ഏതൊക്കെയാണ് ഇവിടെ വരുന്നത്? കൺസ്യൂമബിൾസ്. ഓക്കെ, കൺസ്യൂമബിൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഇതിൽ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കൺസ്യൂമബിൾസ് വരുന്നുണ്ട്. ബാഡപ്റ്റ് നമ്മുടെ എക്സ്പെൻസ് അല്ലേ? ബാഡപ്റ്റ് വരുന്നുണ്ട്. ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഏതാ വരുന്നത്? ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് അസറ്റാണ്. ദെൻ ട്രാൻസിറ്റ് ഇൻ ഇൻഷുറൻസ് എക്സ്പെൻസ് ആണ്. പിന്നെ വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫ്രൈറ്റ് എക്സ്പെൻസ് ആണ്. ദെൻ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആണ്. അത് പക്ഷേ സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് എടുക്കുന്നത്. കമ്മീഷൻ എന്താണ്? എക്സ്പെൻസ് ആണ്. ദെൻ റെൻ്റൽ 2,500 എക്സ്പെൻസ് ആണ്. ദെൻ വരുന്നത് ഡീലേഴ്സ് എയ്ഡ്സ് 2,100 എക്സ്പെൻസ് ആണ്. ട്രേഡ് എക്സ്പെൻസ് ആണ്. പിന്നെ വരുന്നത് ഇത് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനകത്ത് എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ കാണണം. അപ്പോൾ എത്ര വരും? 48,100 വരും. അത് നോട്ട് നമ്പർ എത്രയാണ്? 5 ആണ്. അതുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യണം? നോട്ട് നമ്പർ 5 എന്ന് എഴുതിയിട്ട് 48,100 എഴുതണം. ഇനി വരുന്നത് ഫിനാൻസ് കോസ്റ്റിനകത്ത് വരുന്നതാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എക്സ്പെൻസ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയാലും ആൻസർ കിട്ടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത
ഫിനാൻസ് കോസ്റ്റിനകത്ത് വരുന്ന ഐറ്റംസ് നോക്കണം. ഫിനാൻസ് കോസ്റ്റിനകത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ചാർജ്, ഡിബഞ്ചേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ചാർജ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ എത്ര തന്നിരിക്കുന്നത്? 11,600 അല്ലേ തന്നിരിക്കുന്നത്? 11,600. ബാങ്ക് ഇൻട്രസ്റ്റ് ഡിബഞ്ചേഴ്സ് ഇൻട്രസ്റ്റ് 2,000. അപ്പോൾ 11,600ഉം 2,000ഉം കൂടെ ചേർത്തിട്ട് 13,600 എഴുതാം. ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഉണ്ട്. എന്താണ്? അഡ്വർടൈസ്മെൻ്റ് ആണ്. എത്ര? 2,000. അത് നിങ്ങൾ 2,000ൽ എഴുതാം. ദെൻ വരുന്നത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ്. അതുകൂടാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത് അല്ലേ. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയൊക്കെയാണ്? ഫർണിച്ചറിൻ്റെ 5%. ഫർണിച്ചർ എത്രയാണ്? 50,000. 50,000ൻ്റെ 5%. 50,000ൻ്റെ 5% എത്രയാണ്? ഫർണിച്ചർ 2,500 വരുന്നത്. ദെൻ നെക്സ്റ്റ് ആയിട്ട് വരാം. നെക്സ്റ്റ് ഫ്രീ ഹോൾഡ് ലാൻഡിൻ്റെ 2%. ഫ്രീ ഹോൾഡ് ലാൻഡ് 1,54,600. അതിൻ്റെ 2% കണ്ടിട്ട് ഫ്രീ ഹോൾഡ് ലാൻഡ് എഴുതുക. എത്രയാണ് വരുന്നത്? 3,092. നെക്സ്റ്റ് ഐറ്റം വരുന്നത് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൻ്റെ 5%. അപ്പോൾ എന്ത് ചെയ്യുക? ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എടുക്കുക. ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് 24,500 ആയിരുന്നു. അതിൻ്റെ 5% എഴുതുക. അപ്പോൾ 1,225 വരും. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6,817. അപ്പോൾ ഇവിടെ എന്ത് എഴുതുക? 6,817. ഇപ്പം അതർ എക്സ്പെൻസ് എല്ലാം ആയല്ലോ. ഓക്കെ, എക്സ്പെൻസുകളെല്ലാം ആയി. ഇനി എന്ത് ചെയ്യുക? നമ്മൾ എക്സ്പെൻസ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് ഇവിടെ എഴുതാം. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഒരു എമൗണ്ട് എന്താ? മൈനസ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ആദ്യം ഈ പ്ലസ് എമൗണ്ട് എല്ലാം കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ ആഡ് ചെയ്യുക. അതിൽ നിന്ന് 14,300 എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് കളയുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് 3,78,117 ഇപ്പം നിങ്ങൾക്ക് ടോട്ടൽ എക്സ്പെൻസും ടോട്ടൽ റവന്യൂവും കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ചെയ്യണം. അതായത് 4,32,400 നിന്ന് 3,78,117 മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടുന്നത്? 54,283. ക്ലിയർ ആണോ? 54,283. പക്ഷേ ഇവിടെ ടാക്സിൻ്റെ കാര്യം ഒന്നും പറയുന്നില്ല. ഇവിടെ മറ്റൊരു കാര്യം തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഫിറ്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 68,183. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇലിസ്ട്രേഷൻ 3 ആണ്. ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന പ്രോബ്ലം ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സെയിൽസ് തന്നിട്ടുണ്ട്, അതർ ഓപ്പറേറ്റിംഗ് ഇൻകംസ് തന്നിട്ടുണ്ട്, അതർ ഇൻകംസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? സെയിൽസും അതർ ഇൻകംസും ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുണ്ട്? അതർ ഇൻകം, അതർ ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട്. ദെൻ എന്താണ്? സെയിൽസും ആണ് തന്നിട്ടുള്ളത്. ദെൻ അതിനുശേഷം കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ഇൻക്രീസ് ഇൻ ഇൻവെൻ്ററീസ് അത് തന്നിട്ടുണ്ട്. ദെൻ സാലറി ആൻഡ് വേജസ്, കോൺട്രിബ്യൂഷൻ ടു PF ആൻഡ് ഗ്രാറ്റുവിറ്റി, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, പവർ ആൻഡ് ഫ്യൂവൽ തന്നിട്ടുണ്ട്. റെൻറ്റ്, റേറ്റ്, ടാക്സ് തന്നിട്ടുണ്ട്. ഫിനാൻസ് കോസ്റ്റ്, അതുപോലെ തന്നെ ടാക്സ് എക്സ്പെൻസസ്. ദെൻ പറഞ്ഞിരിക്കുന്നത് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലോ 10 ഈച്ച് വെച്ചിട്ടാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോട്ട് റവന്യൂ ഫ്രം ഇതിൽ നോട്ട് നോക്കാം. ദെൻ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് സെയിൽസും അതർ ഓപ്പറേറ്റിംഗ് ഇൻകംസും തന്നിട്ടുണ്ട്. ദെൻ അതർ ഇൻകംസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സെയിൽസിനെയാണല്ലോ നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം ഓപ്പറേറ്റിംഗ് ഇൻകം കൂടി നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, ഓപ്പറേറ്റിംഗ് ഇൻകം കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസ് എത്ര തന്നിരിക്കുന്നത്? 70,66,041. ദെൻ ഓപ്പറേറ്റിംഗ് ഇൻകംസ് 1,95,616. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്?
റവന്യൂ ഫ്രം ഓപ്പറേഷൻ കിട്ടുന്നത്. ഓക്കെ, നോട്ടിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തിടുക, സെയിൽസും അതുപോലെ തന്നെ അതർ ഓപ്പറേറ്റിംഗ് ഇൻകൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും. അത് നമ്മളുടെ നോട്ട് എത്ര ആണ്? 1 ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നോട്ട് 1 എന്നുള്ളത് കൊടുക്കാം. ദെൻ നമുക്ക് അതിൻ്റെ കൂടെ ഇപ്പോൾ എന്ത് ചെയ്യുക? അതർ ഇൻകം ആഡ് ചെയ്യണം. അതർ ഇൻകം എത്ര? 1,30,088 അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് 1,30,088 എഴുതാം. അപ്പോൾ ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റവന്യൂ കിട്ടും. അപ്പോൾ ഓർത്ത് നോക്കുക, സെയിൽസിനോടൊപ്പം ഓപ്പറേറ്റിംഗ് ഇൻകം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കിട്ടുന്നത്. അതിനോടൊപ്പം അതർ ഇൻകം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. ഇനി നമ്മൾ നോക്കേണ്ടത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കി. ആദ്യത്തെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് തന്നിട്ടുണ്ട്. അത് നമുക്ക് അതുപോലെ എഴുതാം, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ദെൻ അടുത്ത് തന്നിരിക്കുന്നത് നമുക്ക് ഇൻക്രീസിങ് ഇൻവെൻ്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഇൻക്രീസിങ് ഇൻവെൻ്ററീസിലുണ്ടാവുന്ന ചേഞ്ച് അത് ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇൻക്രീസ് ഇൻ ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മുടെ ഗെയിനാണ്. പക്ഷെ അത് നമ്മൾ എന്തായിട്ട് കണക്കാക്കും? നമ്മുടെ എക്സ്പെൻസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതെന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ മൈനസിൽ ഇടുക. ദെൻ അടുത്ത നോക്കിയേ, എംപ്ലോയി ബെനിഫിറ്റിനകത്ത് വരുന്നത് സാലറിയും തന്നിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ ടു PF ആൻഡ് ഗ്രാറ്റുവിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യേണ്ടേ? അത് നിങ്ങൾ സെപ്പറേറ്റ് ഒന്ന് നോട്ടിനകത്ത് കാണിക്കുക. എന്താണ്? എംപ്ലോയിയുടെ സാലറിയും കോൺട്രിബ്യൂഷനും ആഡ് ചെയ്യുക. ടോട്ടൽ കിട്ടുന്നത് എത്രയാണ്? 7,69,426. അപ്പോൾ അതെന്ത് ചെയ്യുക? 7,69,426 എഴുതാം. നെക്സ്റ്റ് ഐറ്റം എന്താ തന്നിരിക്കുന്നത്? ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും തന്നിട്ടുണ്ട് ഇല്ലേ? ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും തന്നിട്ടുണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുക. 3,32,593 1 ലക്ഷം കൂടെ ആഡ് ചെയ്ത് 4,32,593 എന്തായിട്ട് എഴുതുക? നമ്മളുടെ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷനായിട്ട് എഴുതാം. നെക്സ്റ്റ് ഇനി എന്താ തന്നിരിക്കുന്നത്? പവർ, ഫ്യൂവൽ, റെൻ്റ് ആൻഡ് റേറ്റ്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പവറും ഫ്യൂവലും റെൻറ്റും റേറ്റും അത് ഇത്രയും എന്തായിട്ട്? അതർ എക്സ്പെൻസ് ആയിട്ടല്ലേ എടുക്കുന്നത്? അത് 15 ലക്ഷവും 13 ലക്ഷം വലിയ രണ്ട് എമൗണ്ട് ആയിട്ടുള്ളതാണ് തന്നിരിക്കുന്നത്. അത് ഇത്രയും ആഡ് ചെയ്യുമ്പം 28,44,558 ആവും. ദെൻ അതിനുശേഷം നമുക്ക് തന്നിരിക്കുക ഫിനാൻസ് കോസ്റ്റ് തന്നിട്ടുണ്ട് 1,97,768. അത് നിങ്ങൾ എഴുതുക 1,97,768. ഇത്രയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെൻസ് കിട്ടും. ഇവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 66,29,499 കിട്ടിയിരിക്കുന്നത്. ദെൻ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ റവന്യൂന്ന് ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ചെയ്യും. ടോട്ടൽ റവന്യൂ കിട്ടി 73 ലക്ഷത്തിൻ്റെയാണ് കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ എക്സ്പെൻസ് 66,29,499. അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 7,62,246. ഓക്കെ, 7,62,246. ദെൻ അതിൽ നിന്ന് എക്സംഷണൽ ഐറ്റംസ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇവിടെ എക്സംഷണൽ ഐറ്റംസ് ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മൈനസ് ചെയ്ത് കിട്ടുന്നതിന് നമ്മൾ എന്തോന്ന് പറയുമായിരുന്നു? പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്നും പറയുമായിരുന്നു. ഇവിടെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് മൈനസ് ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്. ഇനി ടാക്സ് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. ക്വസ്റ്റ്യനിൽ ടാക്സ് പറഞ്ഞിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ ടാക്സ് പറഞ്ഞിട്ടുണ്ട്. ടാക്സ് എക്സ്പെൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2,16,818. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 2,16,818 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ബാക്കി എത്ര കിട്ടും? 5,45,428 കിട്ടും. ഇതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഫോർ ദ പീരീഡ്. ഇനി കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതുകൂടെ എന്ത് ചെയ്യണമായിരുന്നു? ആഡ് ചെയ്യണമായിരുന്നു.